ഇന്നേ കുറച്ച് പച്ചക്കറി തൈയൊക്കെ നടാന്ന് വിചാരിച്ചുട്ടോ. പച്ചക്കറി തൈ എന്ന് പറഞ്ഞാല് നല്ല നാടൻ മുളകാണ് കേട്ടോ. നാടൻ മുളകിന്റെ കുറച്ച് തൈയും അതുപോലെ തന്നെ വഴുതന തൈയും ആണ് കേട്ടോ. രാവിലെ ഏട്ടൻ കൊടുന്നതാണ്. അപ്പോ പണികളൊക്കെ കഴിഞ്ഞിട്ട് നടാന്ന് വിചാരിച്ചു. പക്ഷെ തൊടിയിൽ എവിടെയും നടാൻ പറ്റില്ല, 4 പുറം കാണില്ല കേട്ടോ. മരങ്ങൾ കാരണേ ഒന്നും ഉണ്ടാക്കിയുണ്ടാവില്ല. നട്ടാ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അതൊക്കെ പോയിട്ടുണ്ടാവട്ടെ. എന്താ വെച്ചാ മഴത്തുള്ളിയൊക്കെ വീണിട്ട് പറ്റ നാശമായി പോട്ടോ. പിന്നെ വെയിലും ഇല്ല, എവിടെയും വെയിലില്ല കേട്ടോ. ആകെ കാനലാണ്. അത് കാരണം എവിടെയെങ്കിലും നടുകയെന്ന് വെച്ചാൽ തന്നെ ഭ്രാന്താവും. നമ്മൾ വെറുതെ പണിയെടുക്കുക എന്നല്ലാണ്ട് ഉണ്ടാവുന്നല്ലേ. എന്താ വെച്ചാൽ വെയിലൊക്കെ തട്ടണ്ടേ, നല്ല ഉണ്ടാവുള്ളൂ. അപ്പൊ ഏട്ടൻ പറഞ്ഞു തന്നാ ഞാന് കുറച്ച് ചാക്കും കൊടുന്നു തരാന്ന്. എന്നിട്ട് പിന്നെ ഏട്ടൻ കുറച്ച് ചാക്കും കൊടുന്നു തന്നതാണ് കേട്ടോ. അപ്പൊ പിന്നെ ചാക്കിൽ തന്നെ നടാന്ന് വിചാരിച്ചു. അപ്പൊ ഞാന് അങ്ങനെ കുറച്ച് മണ്ണൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ പിന്നെ മക്കൾ വന്നിട്ട് മണ്ണൊക്കെ ഉണ്ടാക്കി തരാൻ കൂടിട്ടോ. അവര് തന്നെയാണ് ചാക്കൊക്കെ നിറച്ചെന്നിട്ടോ. മണ്ണൊക്കെ ചാക്കിൽ നിറച്ചെന്തൊക്കെ അവര് തന്നെയാണ്. അത് കഴിഞ്ഞപ്പോ പിന്നെ ഇതാണ്ടില്ലേ, നിറച്ച് പുല്ലാണ് കേട്ടോ. മഴ പെയ്താ പിന്നെ ആകെ പുല്ലും പൊന്തയാണ്. ആകെ ഇവിടെ മാത്രമേ വെയിലുള്ളൂ കേട്ടോ. ബാക്കി എവിടെയും വെയിലില്ല. 4 പുറം മരങ്ങളാകൊണ്ട് എവിടെയും വെയിലില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ വെക്കാന്ന്. പക്ഷെ ഇവിടെ നിറച്ച് പുല്ലൊക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് കളച്ച് ചെത്തിക്കോരി ശരിയാക്കിട്ടോ. എന്നിട്ട് പിന്നെ അവിടെ നടാന്ന് വിചാരിച്ചു. പിന്നെ ഇനി എവിടെയെങ്കിലൊക്കെ വെയിൽ കാണുന്ന ചാക്കിലായതുകൊണ്ടേ നമുക്ക് മാറ്റിക്കും ചെയ്യാലോ. അത് വിചാരിച്ചിട്ട് അവിടെ തന്നെ നടാന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഒരുപാട് തെയ്യ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആർക്കൊക്കെ കൊടുക്കൊണ്ട് പിന്നെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് തടിയിട്ടി അല്ലെങ്കിൽ അതൊക്കെ പാടെ എവിടെ നടുക. അപ്പൊ പിന്നെ ആരോ ചോദിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് ഏട്ടൻ കൊണ്ടേ. പിന്നെ ഇങ്ങനെ പുല്ല് ചെത്തിക്കോരാനും അതുപോലെ പുല്ല് പറിക്കുകയൊക്കെ ചെയ്യില്ലേ. പുല്ല് പറിക്കുക, അതേപോലെ നമ്മുടെ തൊടിയത്തെ പൊന്തൊക്കെ ഞങ്ങൾ തന്നെ ഇട്ട വെട്ടല്. ഞാനും മക്കളൊക്കെ തന്നെ, ഏട്ടനും ഒക്കെ തന്നെ ഇട്ട വെട്ടല്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് എന്താ പേടിന്നറിയോ, പുഴു ഉണ്ടാവുള്ളേ. ചിലപ്പോ നിറച്ച് പുഴുക്കളെ കാണാട്ടോ തൊടിയില്. അത് കാണുമ്പോ എനിക്ക് ഭയങ്കര പേടിയാട്ടോ. പാമ്പൊക്കെ ആണെങ്കിൽ പിന്നെ ഞാൻ ഒന്നും കൂടി ചെന്ന് നോക്കും. പക്ഷെ പുഴുവിനെ കണ്ടാൽ പിന്നെ ഞാൻ ആ പരിസരത്ത് നിൽക്കില്ല കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയുള്ള സാധനമാണ് പുഴു. പിന്നെ ഇതില് വളങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഏട്ടൻ വളം കൊണ്ടാന്ന് പറഞ്ഞതായിരുന്നു. അപ്പോ അത് കൊടുന്നിട്ടില്ല. അപ്പൊ എന്നോട് പറഞ്ഞു അതൊന്ന് പിടിക്കട്ടെ, നമ്മള് ചാക്കിൽ വെച്ചിട്ടൊന്ന് വേരൊക്കെ വരട്ടെ, ഒന്ന് പിടിക്കട്ടെ. അപ്പൊ നമുക്ക് കുറച്ച് വളവും മണ്ണും കൂടി, കുറച്ച് മണ്ണല്ലേ വെച്ചിട്ടുള്ളൂ, തോനെ നിറച്ച് വെച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഇനി അതൊന്ന് വേരൊക്കെ പിടിക്കാൻ തുടങ്ങിയ കുറച്ച് വളവും മണ്ണും കൂടി കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കുക എന്ന് വിചാരിച്ചിരിക്കട്ടോ. അപ്പൊ ഒന്ന് പിടിക്കട്ടെ, എന്നിട്ട് വളവും മണ്ണും കൂടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. അപ്പൊ നല്ല ഉഷാറാവില്ലേ. പിന്നെ ഞാനേ ഇവിടെ പച്ചക്കറിയൊക്കെ കൊണ്ടുമ്പോ അതേപോലെ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയാലേ അതിന്റെ വേസ്റ്റ് ഒക്കെ പാടെ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കും കേട്ടോ. ഒരു ബക്കറ്റിൽ ഇട്ട് വെക്കലുണ്ട്. പിന്നെ വേനൽക്കാലത്ത് അത് നല്ല പൊടിയായിട്ട് കിട്ടിയായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ ഉള്ള മുളകും തൈ, കുറച്ച് മുളകും തൈയൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതിനൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. നല്ല ഉഷാറാവുണ്ടേ. അപ്പോ അതിപ്പോ വെള്ളായിട്ടോ, മഴയത്തിരുന്നിട്ടേ മഴ കൊണ്ടിട്ട് നല്ല വെള്ളായി. അപ്പൊ ഇനി വെയിലുള്ളപ്പോ അതൊന്ന് ഉണക്കിയിട്ട് അതും ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്താൽ നല്ല ഉഷാറാവില്ലേ. അപ്പൊ അങ്ങനെ കുറച്ച് വളം ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെ തെയ്യൊക്കെ കൊടുന്നേരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എന്താ പറയാ, വെണ്ട തെയ്യൊക്കെ അല്ലേ, അതൊക്കെ കൊടുന്നേരാ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതന്നെയാണ് കൊടുന്നിട്ട് വെച്ചാല് എവിടെ വെക്കുക, നിറച്ച് കാനലാവുകൊണ്ടേ എവിടെയും വെക്കാൻ പാകില്ലേ. ചാക്കൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷെ ഇതന്നെയാണ് നിറച്ചിട്ട് നേരം പോലെ വെച്ചാലല്ലേ ഉണ്ടാവുള്ളൂ. നല്ല വെയിൽ കൊള്ളണ്ടേ. അപ്പൊ എന്തായാലും മണ്ണ് നിറച്ച ചാക്കിലൊക്കെ ഞാന് വഴുതനത്തെയും ഈ 2 മുളകും തൈയോ കേട്ടോ നട്ടത്. ഓരോന്നൊന്നല്ല, ഈ 2 ചെറിയ ചെറിയതൊക്കെ ഈ 2 വെച്ചു. അല്ലാത്തൊക്കെ ഓരോന്ന് വെച്ചു കേട്ടോ. അല്ലാണ്ട് ഇനി മണ്ണ് നിറയ്ക്കാൻ നിൽക്കണ്ടേ. അപ്പൊ അത് മതി പറഞ്ഞിട്ട് ഇനി അഥവാ നല്ലോണം വലുതാവുന്നുണ്ട് എന്ന് കണ്ടാ നമുക്ക് പറിച്ചിട്ട് വേറെ ചാക്കിൽ മണ്ണ് നിറച്ച് വെക്കാറിട്ട് എന്തായാലും ഈ 2 ഓരോന്നൊക്കെ ആയിട്ട് ഞാന് ഫുള്ള് ചാക്കിലോ തെയ്യൊക്കെ നട്ടു. പിന്നെ എല്ലാ ചാക്കും അടുത്തടുത്തല്ലേ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരുന്ന വളരുമ്പോ പ്രശ്നമാവില്ല. അപ്പൊ ഏട്ടൻ പറഞ്ഞു അത് കുറച്ച് വിട്ട് വിട്ട് വെക്കാട്ടോ. അപ്പൊ പിന്നെ ഉള്ള സ്ഥലത്തെ അപ്പൊ തന്നെ ഒന്ന് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ വേരൊക്കെ പിടിച്ചിട്ടേ മാറ്റി വെക്കാൻ പോകുമ്പോ ഇനി അത് കേട് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ തന്നെ മാറ്റി വെച്ചു. പിന്നെ എല്ലാ ചാക്കിലും തോനെ മണ്ണൊന്നുമില്ല കേട്ടോ. അതിൽ കുറച്ച് മണ്ണുള്ള ചാക്കിലൊക്കെ ഞാൻ കുറച്ചും കൂടെ മണ്ണൊക്കെ ഇട്ട് കൊടുത്തു. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള്. പിന്നെന്താ, അങ്ങനെയൊക്കെ ആവട്ടെ അല്ലേ. ബായ്.